ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ ഒരു മാസം മുൻപേ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിന വേര് പിടിപ്പിച്ചെടുക്കേണ്ടത്, അതിനുശേഷം അതെങ്ങനെ കാട് പിടിപ്പിച്ചെടുക്കാമെന്നൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈസി ആയിട്ട് പുതിന വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ പുതിനയൊക്കെ വളർത്തി പുതിനയൊക്കെ നന്നായിട്ട് വളർന്ന് വലുതായ ശേഷം വേണ്ട കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ പുതിന പലപ്പോഴും നശിച്ചു പോകാറുണ്ട്. പുതിന കാട് പിടിച്ച് വളർന്ന ശേഷം പുതിനയ്ക്ക് കൊടുക്കേണ്ട കെയർ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പരിചരണങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം. കൂടാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെങ്ങനെയാണ് ഇപ്പോൾ വേര് പിടിപ്പിച്ചതെന്നൊക്കെ വിശദമായിട്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പുതിന വളർത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പുതിനയ്ക്ക് ഉണ്ടാകുന്ന കോമൺ പ്രശ്നമാണ് ഇതിൻ്റെ ഇല പൊഴിച്ചിൽ. അപ്പം പുതിന ഒരുപാട് കാട് പിടിച്ച് വളരുമ്പോൾ പുതിനയിൽ ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിനയുടെ അടിഭാഗത്തുള്ള ഇലകൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടിയിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ നനവ് കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ അടിഭാഗത്തുള്ള ഇലകൾ കൊഴിഞ്ഞു പോകും. ചില സമയങ്ങളിൽ നനവ് കൂടിക്കഴിഞ്ഞാലും ഒരുപാട് ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാലും ഇതുപോലെ ഇലകൾ കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെടി അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ പുതിനയൊക്കെ വളർത്തുന്ന സമയങ്ങൾ നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്കാണ് പുതിന വെച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് ചില സമയങ്ങളിൽ ചിലരുടെ പുതിന നന്നായിട്ട് വളരും. നമ്മൾ യാതൊരു കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പുതിന നന്നായിട്ട് പടർന്ന് പന്തലിച്ച് അത് ആ ഒരു ഗ്രോ ബാഗ് നിറഞ്ഞ് കവിയും. പലരും പറയും ഞാൻ യാതൊരു കെയറും കൊടുക്കാറില്ല. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ പുതിന വളർന്ന് വന്നുകൊള്ളുന്നില്ല. പലരും പുതിന അതുപോലെ വളർത്താൻ ശ്രമിക്കും, പക്ഷേ ആ സമയങ്ങളിൽ പരാജയമായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ ഒരുപാട് തവണ ശ്രമിച്ച് പിന്നെ പരാജയപ്പെടുമ്പോൾ പിന്നെ ശ്രമിച്ച് നോക്കാൻ ഒരു മടിയായിരിക്കും. അങ്ങനെ പരാജയപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ പുതിന നന്നായിട്ട് കാട് പിടിച്ച് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കാട് പിടിപ്പിച്ച് വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു മാസമായി ചെയ്തിട്ട് അപ്പോൾ ഒരു മാസം കഴിയുമ്പം ഈ ചെടിയിൽ കമ്പുകൾ നീണ്ടു വരാൻ തുടങ്ങും. നമ്മൾ ഒരുപാട് ഇതിന്ന് തണ്ടുകളൊന്നും മുറിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ നീണ്ടു വളർന്ന് വരാൻ തുടങ്ങും. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചിട്ട് ഒതുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ മുറിച്ച് ഒതുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ തണ്ടുകൾ നീണ്ടു പോയിട്ട് ഇലകളുടെ വലിപ്പം കുറയും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് വേറൊരു വീഡിയോയിൽ വിശദ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പുതിനയെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുറിച്ച് കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ ഒരു ചെടി നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ഹാർഡ് പ്രൂണിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിഭാഗത്ത് വെച്ചിട്ട് കടഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഈ ചെടി അങ്ങ് മുറിച്ച് കൊടുക്കുക. ഇങ്ങനെ മുറിച്ച് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചെടി നശിച്ചു പോകത്തില്ല. ഇങ്ങനെ നമ്മൾ മുറിച്ച് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ അടിഭാഗത്ത് ഒരുപാട് റണ്ണർ ഷൂട്ടുകൾ വളർന്നു വരും. അപ്പോൾ ഈ റണ്ണർ ഷൂട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. റണ്ണർ ഷൂട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയുടെ വേരിൽ നിന്നും ചില വള്ളി പോലെ കുറച്ച് ഭാഗങ്ങൾ പൊങ്ങി വരും. ഇത് നമ്മൾ മുറിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഗ്രോ ബാഗിലും വളർന്നു വരുന്നുണ്ടായിരിക്കും. പക്ഷേ മുകളിൽ ഒരുപാട് കാട് പിടിച്ചതുപോലെ ചെടി വളർന്നു നിൽക്കുന്ന കാരണം ഈ സാധനം വല്ലാതെ അങ്ങ് ഗ്രോത്ത് ഉണ്ടാവില്ല. തണ്ടുകൾ മുഴുവൻ നമ്മൾ മുറിച്ചങ്ങ് മാറ്റി കൊടുക്കുമ്പം അടിയിലുള്ള റണ്ണർ ഷൂട്ടുകൾ പെട്ടെന്ന് അങ്ങ് വലുതായിട്ട് വീണ്ടും വലിയ ഇലകളോടുകൂടി വലിയൊരു പുതിനയുടെ കാട് നമുക്ക് ആ ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പലർക്കും ഇത് അറിയില്ല. പലരും വിചാരിക്കാറുള്ളത് പുതിന ആവശ്യത്തിന് മാത്രം ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി അതിൽ തന്നെ നിർത്തും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ പുതിന ഒരു മുരടിച്ച അവസ്ഥയിലേക്ക് മാറും. പിന്നീട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇലകൾ കിട്ടാത്ത പ്രശ്നം വരിക. പിന്നെ തണ്ടുകൾ ഇങ്ങനെ മാത്രം അവശേഷിക്കുക. അപ്പോൾ തണ്ടുകളും അഗ്രഭാഗത്ത് മാത്രം കുറച്ച് ഇലകളും മാത്രം തളിരിലകളിൽ ആ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നം പലപ്പോഴും കാണാൻ. ആ സമയങ്ങളിൽ നമുക്ക് പിന്നെ ഈ പുതിന കിട്ടണമെന്നുണ്ടെങ്കിൽ തൂമ്പ് നുള്ളിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം പലരും പറയും പുതിനയ്ക്ക് വാടിച്ചില്ല, പുതിന മുരടിച്ച് നിൽക്കുകയാണ്, എന്താണ് വളം കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ട് ഒതുക്കി കഴിഞ്ഞാൽ അടിയിലുള്ള റണ്ണർ ഷൂട്ടുകൾ വീണ്ടും വളർന്ന് പെട്ടെന്ന് തന്നെ ഏകദേശം 2 ആഴ്ച കൊണ്ട് തന്നെ വീണ്ടും കാട് പിടിച്ചതുപോലെ സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്രോ ബാഗിൽ ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഗ്രോ ബാഗിൽ നമ്മൾ പുതിന വളർത്തണം. 2 ഗ്രോ ബാഗിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കുള്ള കുറച്ച് ഒരു 2 ആഴ്ചത്തേക്കുള്ള പുതിന നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരും. ഇനി അതല്ലെങ്കിൽ ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ പകുതി വെച്ചിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്യുക. 2 ആയിട്ട് പാർട്ടീഷൻ ചെയ്ത ശേഷം ഗ്രോ ബാഗിൻ്റെ ഒരു സെക്ഷൻ ഹാർഡ് പ്രൂണിങ് ചെയ്ത് ഇടുക. എന്നിട്ട് ഈ ഒരു സെക്ഷൻ വളർന്ന് വലുതായി കുറച്ച് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ ശേഷം അപ്പുറത്തെ സെക്ഷൻ നമ്മൾ അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്ത് ഒതുക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമ്മുടെ പുതിന നല്ല പച്ചപ്പോട് കൂടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പലർക്കുള്ള സംശയമാണ് നമ്മൾ ഇതുപോലെ ഒരിക്കൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നമ്മൾ അടുത്ത പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. നമ്മുടെ ചെടി ഡള്ളായിട്ട് വളരുന്ന സമയങ്ങൾ, അതുപോലെ ഇലകൾക്ക് വലിപ്പം കുറയുന്ന സമയം,
ചെടി നീണ്ട് പോകുന്ന ഒരു സമയം. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ സാധാരണ ഇതുപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത്. 3-4 മാസം കഴിയുമ്പോൾ തന്നെ ചെടി ആ ഒരു സ്റ്റേജിലേക്ക് മാറാൻ തുടങ്ങും. നമ്മൾ നിരന്തരമായിട്ട് ഇതിന് ഇലകൾ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. ചെടി അതിനനുസരിച്ച് പുതിയ പുതിയ ശിഖരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മറിച്ച് നമ്മൾ കുറേശ്ശെ ഇലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒത്തിരി തിക്കായിട്ട് ചെടി വളർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെടി കുറച്ച് കഴിയുമ്പോൾ നീണ്ടു വരാൻ തുടങ്ങും. ആ സമയങ്ങളിൽ നമ്മൾ എന്തായാലും ഒരു 3-4 മാസം കഴിയുമ്പോൾ അടിയെ വെച്ചിട്ട് നമ്മൾ മുറിച്ച് കൊടുക്കണം. അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെടി പിന്നെയും ഹെൽത്തി ആയിട്ട് വളരാൻ തുടങ്ങുള്ളൂ. ആ സമയങ്ങളിൽ നമുക്ക് ഇലകളെല്ലാം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും ഒക്കെ കൊടുക്കാം. വിഷം അടിക്കാത്ത പുതിനല്ല, എല്ലാവരും വാങ്ങിച്ചോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. പലർക്കുള്ള പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകുമെന്നാണ്. അപ്പോൾ ചെടി നശിച്ചു പോകത്തൊന്നുമില്ല. നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലാണ് ചെടി നശിച്ചു പോവുക. ചില ചെടികൾ നമ്മൾ വല്ലാതെ അങ്ങ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. എന്നാൽ പുതിനയുടെ കാര്യം അങ്ങനെയല്ല. പുതിന നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിലാണ് നശിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് പ്രൂൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ പുതിന ഇഷ്ടം പോലെ നമ്മുടെ ഗ്രോ ബാഗിൽ വളർന്ന് തിക്കായിട്ട് വരും. പിന്നെ അതിന് കൊടുക്കേണ്ട വളം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പച്ചച്ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ പുതിന നന്നായിട്ട് പച്ചപ്പോടുകൂടി തിക്കായിട്ട് വളരാൻ സഹായിക്കുക. നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഉണക്കച്ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. നമ്മൾ ഒരു ചിരട്ട അളവിൽ ഉണക്കച്ചാണകം എടുത്തിട്ട് ഒരു 500 ml വെള്ളത്തിൽ തലേന്ന് രാത്രി ഇട്ട് വയ്ക്കുക. പിറ്റേന്ന് വൈകുന്നേരം ഈ ഒരു വെള്ളം എടുക്കുക. ഈ ഒരു വെള്ളം നമ്മുടെ ഗ്രോ ബാഗിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ പുതിന നന്നായിട്ട് തിക്കായിട്ട് വളരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പച്ചച്ചാണകം കിട്ടുന്നില്ലെങ്കിൽ ഈ ഉണക്കച്ചാണകം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ പുതിനയ്ക്ക് ചിലർ കഞ്ഞിവെള്ളമൊക്കെ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം നമ്മൾ പുതിനയ്ക്ക് അധികം നമ്മൾ ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഓവറായിട്ട് നമ്മുടെ പുതിനയുടെ ഗ്രോ ബാഗിൽ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ നോർമലി കുറച്ചൊക്കെ ആയെന്ന് വെച്ച് പ്രശ്നമില്ല. ഒരുപാട് കഞ്ഞിവെള്ളമൊക്കെ പുതിനയ്ക്ക് തട്ടിക്കഴിഞ്ഞാൽ പുതിന ചീഞ്ഞ് പോകുന്ന കാണാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പലരും കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത പലരുടെയും പുതിന ഇച്ചിൽ വന്നിട്ട് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കെയറൊക്കെ കൊടുത്ത് നമ്മൾ പുതിന വളർത്തുകയാണെങ്കിൽ വിഷം അടിക്കാത്ത പുതിന നമുക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒത്തിരി പേര് വീടുകളിൽ പുതിന അത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പുതിന കൃഷി ചെയ്ത് നമ്മൾ പച്ചക്കറി കടയിൽ വിൽക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വില അതിന് കിട്ടാറില്ല. ജൈവ രീതിയിൽ ഉണ്ടാക്കിയ പുതിനയേക്കാളും കുറഞ്ഞ വിലയിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പുതിന വരുന്നതുകൊണ്ട് നമ്മുടെ പുതിനയ്ക്ക് യാതൊരു വിലയില്ലാത്ത രീതിയിലേക്കാണ് പലരും ട്രീറ്റ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിന കൃഷി ചെയ്തിട്ട് പച്ചക്കറി കടകളിൽ കൊണ്ടുകൊടുത്ത ലാഭം ഉണ്ടാക്കാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള വിഷം അടിക്കാത്ത പുതിന നമുക്ക് വീടുകളിൽ കൃഷി ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പുതിന കൃഷി ചെയ്യാം. പിന്നെയും പുതിനയെക്കുറിച്ച് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നു. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. ഇന്നത്തെ വീഡിയോ ഏകദേശം കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുതിനയെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ പറയേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും, ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.